സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് PM ശ്രീ പദ്ധതി സംബന്ധിച്ച തർക്കം. കേന്ദ്ര സർക്കാർ മുന്നോട്ടുവച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നടന്നുവരുന്ന രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നടത്തിയ പുതിയ പരാമർശങ്ങൾ വീണ്ടും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണകൾ സൃഷ്ടിച്ചുവെന്നുമാണ് മന്ത്രിയുടെ ഗുരുതരാരോപണം. നിയമസഭയിലും പൊതുവേദികളിലും സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച PM ശ്രീ പദ്ധതി വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ദേശീയ പദ്ധതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായപ്പോൾ കേരളം രാഷ്ട്രീയ കാരണങ്ങളാൽ അതിൽ നിന്ന് അകന്നുനിന്നുവെന്നാണ് മന്ത്രിയുടെ വിമർശനം. കേരളത്തിന് ലഭിക്കാമായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന സഹായം നഷ്ടപ്പെടാനിടയായത് മുൻ സർക്കാരിന്റെ നിലപാടാണെന്നാണ് ഷംസുദ്ദീൻ ആരോപിക്കുന്നത്. പദ്ധതിയുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങളോട് തുറന്നു പറയുന്നതിനു പകരം രാഷ്ട്രീയ പ്രചാരണത്തിനായി വിഷയത്തെ ഉപയോഗിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കാണ് മുൻ സർക്കാർ മുൻഗണന നൽകിയതെന്നാണ് മന്ത്രിയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവിനെതിരെയും മന്ത്രി കടുത്ത ഭാഷയിലാണ് രംഗത്തെത്തിയത്. വിദ്യാഭ്യാസ വിഷയങ്ങളിൽ വസ്തുതകൾ പരിശോധിക്കാതെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് കേന്ദ്ര സംസ്ഥാന സഹകരണം അനിവാര്യമാണെന്നും എന്നാൽ ചിലർ അതിനെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ വേദിയാക്കി മാറ്റുകയാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ ലക്ഷ്യമിട്ടും മന്ത്രി വിമർശനം ശക്തമാക്കുകയാണ്. PM ശ്രീ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പ്രചാരണം നടന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്ന് മന്ത്രി ആരോപിച്ചു. കേന്ദ്ര പദ്ധതിയുടെ നിബന്ധനകൾ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയപരമായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നായിരുന്നു അന്നുയർത്തിയ പ്രധാന വാദം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ പദ്ധതിയുടെ പ്രയോജനം നേടിയപ്പോൾ കേരളം മാത്രം രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ അവസരം നഷ്ടപ്പെടുത്തിയെന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ വിലയിരുത്തൽ. വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലെ സർക്കാർ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ ചൂണ്ടിക്കാട്ടിയ മന്ത്രി സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡിജിറ്റൽ പഠന സംവിധാനങ്ങളുടെ വ്യാപനത്തിനും പ്രത്യേക പ്രാധാന്യം നൽകുകയാണെന്ന് പറഞ്ഞു. കേന്ദ്ര സഹായവും സംസ്ഥാന വിഭവങ്ങളും ഏകോപിപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദം സാമ്പത്തിക നഷ്ടം മാത്രമല്ല വിദ്യാഭ്യാസ വികസനത്തിന്റെ വേഗതയെയും ബാധിച്ചുവെന്നാണ് സർക്കാരിന്റെ നിലപാട്. കേന്ദ്ര പദ്ധതിയിലൂടെ ലഭിക്കാമായിരുന്ന സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലബോറട്ടറികൾ, അധ്യാപക പരിശീലന സൗകര്യങ്ങൾ, ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ തുടങ്ങിയവ നിരവധി സ്കൂളുകൾക്ക് ഗുണകരമായേനെയെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുടെ ചില വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നയപരമായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മാതൃക സംരക്ഷിക്കാനായിരുന്നു അന്നത്തെ നിലപാടെന്നും പ്രതിപക്ഷം ആവർത്തിക്കുന്നു. ഇരുപക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിന് എന്താണ് നഷ്ടമായത്, എന്താണ് ലഭിച്ചത് എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ താൽപര്യവും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവുമാണ് പ്രധാനമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാഭ്യാസം പോലുള്ള സുപ്രധാന മേഖലകളിൽ രാഷ്ട്രീയ മത്സരങ്ങൾക്കപ്പുറം സഹകരണ സമീപനം ആവശ്യമാണെന്ന അഭിപ്രായവും ശക്തമാണ്. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് തുറന്ന ചർച്ചകളിലൂടെ പരിഹരിക്കണം. അതേസമയം വികസനത്തിനുള്ള അവസരങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളാൽ നഷ്ടപ്പെടുത്തരുതെന്നു ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ പുതിയ ആരോപണങ്ങൾ PM ശ്രീ വിവാദത്തെ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഈ ആരോപണങ്ങൾക്ക് എങ്ങനെ മറുപടി പറയുമെന്നത് ഇനി ശ്രദ്ധേയമാകും. കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം വസ്തുതകളും കണക്കുകളും അടിസ്ഥാനമാക്കിയുള്ള തുറന്ന സംവാദമാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നത്. അവസാനമായി ഈ വിവാദത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമിതാണ്: രാഷ്ട്രീയ നേട്ടമോ വിദ്യാർത്ഥികളുടെ ഭാവിയോ? ഏതിനാണ് മുൻഗണന നൽകേണ്ടത്? അതിനുത്തരം കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന മുഴുവൻ സമൂഹവുമാണ്.